ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എപ്പോഴാ മോളിങ്ങോട്ട് വരുന്നേ? ഗാഥ, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ. നാളെ മമ്മി ഞാൻ പറയുന്ന സ്ഥലത്ത് വരണം. അപ്പൊ ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. നാളെയോ? പറ്റില്ല പറ്റില്ല. എനിക്ക് എന്റെ മോളെ ഇപ്പൊ തന്നെ കാണണം. എത്ര നേരമായിട്ട് അങ്ങനെ മുള്ളു കൊള്ളുന്ന പോലെ ഞാൻ എന്നെ കഷ്ടപ്പെടുന്ന അറിയോ? മോൾ എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും മമ്മി ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ മമ്മിയോട് പറയാതെ എവിടേക്കെങ്കിലും പോയതിന് മമ്മി എന്തിനാ നവീനെ കുറ്റപ്പെടുത്തിയത്? മമ്മി എന്തിനാ നവീന്റെ പേരിൽ കേസ് കൊടുത്തത്? അത് പിന്നെ മോളെ നിന്നെ കാണാത്തൊരു വിഷമത്തില്. എന്നെ കാണാത്ത വിഷമത്തില് ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന ആളെയാണോ ഉപദ്രവിക്കേണ്ടത്? മോളെ, നാളെ ഞാൻ വിളിക്കും, സ്ഥലം പറയും, മമ്മിയോട് വന്നാ മതി. മോളെ, ഹലോ ഗാഥ, ഗാഥ, ഹലോ. ഗാഥ മാഡം എവിടെയാ മാഡം? ചോദിച്ച പറയണ്ടേ? അവളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ആ നവീന്റെ പേരിൽ കേസ് കൊടുത്തതും അയാൾ ഹോസ്പിറ്റലായതൊക്കെ. അപ്പോ ഗാഥ മാഡം ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. എന്തോ എനിക്കറിയില്ല. അവളെ ലാളിച്ച് വഷളാക്കിയത് ഞാൻ തന്നെ. അതുകൊണ്ടാ അവൾ ഇത്രയും നിർബന്ധ ബുദ്ധിയായത്. നാളെ അവള് വിളിക്കുന്നവരെ ഞാൻ കാത്തിരിക്കണമെന്ന്. അത്രേ ഉള്ളൂ എന്റെ മോക്കനോടുള്ള സ്നേഹം. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും മാഡം? പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയേണ്ടത്? എന്ത് തന്നെ ആയാലും ഞാൻ പരിഹരിക്കുമല്ലോ. ഇതിപ്പോ അവക്കെന്താ സംഭവിച്ചെന്ന് പോലും. മാഡം, ഇത്രയും നേരം ആ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാ മതിയെന്നല്ലേ പറഞ്ഞിരുന്നേ? അത്രയെങ്കിലും ആയില്ലേ? ഒന്നുമല്ലെങ്കിലും ഗാഥാ മാഡത്തിന് ഒരു കുഴപ്പമില്ലെന്നെങ്കിലും. ഒക്കെ ശരിയാണ്. പക്ഷെ അവളെ ഒന്ന് കാണുമ്പോ, ഒന്ന് മിണ്ടുമ്പോ, ഒന്ന് ചേർത്ത് പിടിക്കുമ്പോ കിട്ടുന്ന ആശ്വാസത്തിന് പകരാവോ എന്തെങ്കിലും? ഇനി എത്ര നേരം കാത്തിരിക്കണം ഞാൻ? ഈ കാടിനകത്തെ കാണാൻ പാടില്ലാത്ത ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണാറുണ്ട്. എനിക്ക് ചോദിക്കാൻ പറ്റുന്നത് ഞാൻ ചോദിക്കും, തടയാൻ പറ്റുന്നത് തടയും. പതുക്കെ. പേടിക്കണ്ട. എനിക്ക് പേടിക്കണ്ട. മാമ, മോളെ
അല്ല നിങ്ങളൊക്കെ ആരാ? അല്ല നിങ്ങൾ എന്തിനാ അവര് കൊല്ലാൻ ശ്രമിച്ചേ? ഞങ്ങൾക്കറിയില്ല സർ. ഞങ്ങളെ അവര് തട്ടിക്കൊണ്ട് വന്നതാ. എന്തിനാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ആ എന്തായാലേ ഇവിടെ നിൽക്കുന്ന അപകട അവന്മാര് കൂടുതൽ ആൾക്കാരുണ്ടോന്നും അറിയില്ല. അപ്പൊ നമുക്ക് പോവാം കേട്ടാ. സാറ് സാറിനൊന്നും വിളിക്കണ്ട, ഞാനിവിടെ തടി കയറ്റാനായിട്ട് വന്നതാ. അല്ല നിങ്ങൾക്കിപ്പോ എങ്ങോട്ടാ പോണ്ടെന്ന് പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല നിങ്ങൾ കാശുകാരാ? അല്ല സാധാരണ അങ്ങനെയുള്ളവരാണല്ലോ ഇവരെ പോലുള്ളൊരു തട്ടിക്കൊണ്ട് വരുന്നേ. ഞങ്ങൾ തെരുവിൽ ലോട്ടറി വിൽക്കുന്നവരാ. ഓ ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് വിഷ്ണു. കണ്ണു മൂടിക്കെട്ടിയ സമയം മുതൽ ഞങ്ങൾ ദൈവത്തിനെ വിളിച്ച് കരയായിരുന്നു. അതുകൊണ്ടാ ദൈവത്തിന്റെ പേരുള്ള ഒരാള് തന്നെ ഞങ്ങളെ രക്ഷിക്കാൻ എത്തിയത്. അതെ, ഈ ദൈവത്തിന്റെ പേരുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ലോ നിങ്ങൾക്കറിയോ? അത് പോട്ടെ, നിങ്ങളെ പോലീസിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യണം കേട്ടാ. എന്നിട്ട് അവരോട് അന്വേഷിക്കാൻ പറയാ. അയ്യയ്യേ, ഈ പെൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടില്ല. കണ്ണുടച്ചേ. സാറേ വലിയ ഉപകാരം സാർ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്തുപോയേനെ. എന്റെ പൊന്ന് ചേട്ടാ, ഇതെന്തൊക്കെയാ പറയണേ? അങ്ങനെയൊന്നും ഇല്ല. ദേ ചാവാനൊക്കെ ഒരു നേരം അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരുത്തനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ പെട്ടെന്ന് വാ, അവിടെ എന്റെ വണ്ടി ഉണ്ട്. വീട്ടിലെല്ലാരും കാത്തിരിക്കണ്ടാവില്ലേ? കുട്ടി കരയണു, കരയണ്ടെന്ന് പറയും. വാ 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 ചേട്ടാ, വാ വാ വാ. ഈ പെൺകുട്ടികൾ കരയണതേ എനിക്ക് ഇഷ്ടല്ല. വാ 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 വാ. അവിടെ ചോട്ടെ. ആ പോവാം. ഡോക്ടർമാരിപ്പോഴും സംശയത്തിലാ. നവീന്റെ അസുഖത്തിന്റെ കാരണങ്ങൾ അവർക്ക് പിടികിട്ടുന്നില്ല. അസുഖം അറിയാതെയുള്ള ചികിത്സ എവിടെ എത്തിച്ചേരുമെന്ന് അറിയില്ല. ആ നശിച്ച ശാപം എന്റെ മോനെ പിടികൂടുമെന്ന് ഞാൻ കരുതിയില്ല. ഈ അവസ്ഥയിൽ അങ്ങനെ കിടക്കുന്ന കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. വിശ്വാസത്തോടൊപ്പം ദൈവനാമങ്ങളെല്ലാം ഉരുവിടുക. പക്ഷേ സർപ്പക്കളം വരച്ച പെൺകുട്ടി വരുന്നതാണ് ഏകരക്ഷ എന്നാ പൂജാരി പറഞ്ഞേ. പക്ഷെ നമ്മുടെ ഗതികേടൊന്ന് ഓർത്തു നോക്കിയമ്മേ. ആ കുട്ടിയോടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ കൂടെ ഒന്ന് വിളിച്ചു നോക്ക്. നോക്കാം. നമ്മുടെ മോനെ നമുക്ക് രക്ഷിച്ചല്ലേ പറ്റൂ. നീ സമാധാനപ്പെടുന്നെന്താ? കളരിക്കൽ തറവാടിന് ശാപമുണ്ട്. പക്ഷേ ദൈവം കൈയൊഴിഞ്ഞിട്ടില്ല.